ഹായ് ഗൈസ്, അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് എങ്ങനെ ഒരു 10 കിലോ വരെ കുറയ്ക്കാം, ഈസി ആയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാനാണ് ഞാൻ തരുന്നത്. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഈ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാം. ഒരു മാസം കൊണ്ട് 10 കിലോ വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറയ്ക്കാം. അപ്പോൾ ഒരുപാട് പേര് ജിമ്മിലൊക്കെ പോയി ഹെവി വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, അങ്ങനെ പോകുന്നവരുണ്ട്. 1-2 മാസം കൊണ്ട് പോയിട്ട് റിസൾട്ട് ഇല്ലാതെ പിന്നെ ജിമ്മിൽ പോകാതെ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ട്രെയിനിങ് ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡയറ്റും കൂടെ ഫോളോ ചെയ്യണം. ഡയറ്റും കൂടെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവൂ. 80% ഡയറ്റും എന്തെടുത്താലും, ഇപ്പം വെയിറ്റ് ലോസ് എടുത്താലും വെയിറ്റ് ഗെയിനിങ് എടുത്താലും ബോഡി ബിൽഡിങ് എടുത്താലും എന്തെടുത്താലും അതിനകത്തൊരു 80% ഡയറ്റാണ്, ബാക്കി 20% വർക്കൗട്ട്. അപ്പം നിങ്ങൾക്കൊരു മാസം കൊണ്ട് കുറയ്ക്കാൻ പറ്റുന്നൊരു 10 കിലോയോളം കുറയ്ക്കാൻ പറ്റുന്നൊരു ഈസി ആയിട്ടൊരു ഡയറ്റ് ഞാൻ തരാം. അപ്പോൾ നിങ്ങളിത് ഫോളോ ചെയ്ത് നോക്ക്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്. നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് 10 കിലോ ഈസി ആയിട്ട് കുറയ്ക്കുക. സിമ്പിൾ ഡയറ്റാണ്, എല്ലാവർക്കും വീട്ടിൽ ചെയ്യാനേ ഉള്ളൂ. വലിയ എക്സ്പെൻസീവ് ഒന്നുമില്ല, ഭയങ്കര ചിലവൊന്നുമില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് കുറയ്ക്കാനേ ഉള്ളൂ. അപ്പം നിങ്ങൾ രാവിലെ ഉറക്കം എണീക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തലേന്ന് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഉണക്കമുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരിയെ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വയ്ക്കുക. അപ്പോൾ രാവിലെ ഒരു എണീക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ എപ്പോഴാണ് എണീച്ച് കഴിഞ്ഞ് ആദ്യം തന്നെ ആ ഉണക്കമുന്തിരിയുടെ വെള്ളം കുടിക്കുക. വെറും വയറ്റിൽ നിങ്ങൾ കുടിക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട അതാണ്. എന്നുവെച്ചാൽ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ എളുപ്പം പെട്ടെന്ന് ഫാറ്റ് ബേണിങ്ങിനൊക്കെ സഹായിക്കുന്നൊരു സാധനമാണ് ഉണക്കമുന്തിരി. അപ്പോൾ അതിൻ്റെ വെള്ളം രാവിലെ കുടിക്കുമ്പോഴത്തേക്ക് നമുക്ക് മെറ്റബോളിസമൊക്കെ നല്ലോണം നടക്കുകയും ഈ പറഞ്ഞ പോലെ ഫാറ്റ് പെട്ടെന്ന് ബേൺ ആവുകയും ചെയ്യും. അപ്പം രാവിലെ എണീച്ച ഉടനെ നിങ്ങൾ ഉണക്കമുന്തിരിയുടെ വെള്ളം കുടിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി, ഒരുപാടൊന്നും കുടിക്കേണ്ട, ഒരു ഗ്ലാസ് കുടിക്കുക. ഉണക്കമുന്തിരി കളയണ്ട, അതും കഴിച്ചു കുഴപ്പമില്ല, നല്ലതാണ്. ഉണക്കമുന്തിരി നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 7-8 മണി ആ ടൈമിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഒരു 7-8 മണിക്ക് നിങ്ങൾ കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 സ്ലൈസ് ബ്രെഡ്, നമ്മളെ സാധാ ബ്രെഡല്ല, ബ്രൗൺ ബ്രെഡ് 2 പീസ് ബ്രൗൺ ബ്രെഡ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ദോശയോ നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കുന്ന ചപ്പാത്തിയോ ദോശയോ ഏതെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. ഇത് ക്വാണ്ടിറ്റി 2 ആവാൻ പാടുള്ളൂ. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതായതുകൊണ്ടാണ് ക്വാണ്ടിറ്റി കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടാം, കുഴപ്പമില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ഹനിയോ അല്ലെങ്കിൽ പീനട്ട് ബട്ടറോ നിങ്ങൾക്ക് എടുക്കാം, ഓപ്ഷനാണ്. ഒന്നുകിൽ ഹണി എടുക്കുക അല്ലെങ്കിൽ പീനട്ട് ബട്ടർ എടുക്കുക. അതേപോലെ ബ്രെഡോ അല്ലെങ്കിൽ ദോശയോ നിങ്ങളെ വീട്ടിലുണ്ടാക്കുന്ന, എൻ്റെ അഭിപ്രായത്തിൽ ബ്രെഡായിരിക്കും നല്ലത്. നല്ല ഹെൽത്തി ആയിട്ടൊരു ബ്രൗൺ ബ്രെഡ്, നോർമലല്ല ബ്രൗൺ ബ്രെഡ്. അപ്പം അതിനകത്ത് ഒരുപാട് ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതെടുക്കുക, അതായിരിക്കും നല്ലത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 എഗ്ഗ് വൈറ്റ്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിക്കേണ്ടത് 2 പീസ് ബ്രെഡ്, ബ്രൗൺ ബ്രെഡ്, 1 സ്പൂണ് പീനട്ട് ബട്ടർ, പിന്നെ 3 എഗ്ഗ് വൈറ്റ്. എഗ്ഗ് വൈറ്റ് 3-2 നിങ്ങൾക്ക് എടുക്കാൻ കുഴപ്പമില്ല. 2 എടുത്താലും കുഴപ്പമില്ല, 3 എടുത്താലും കുഴപ്പമില്ല, 4 എടുത്താലും കുഴപ്പമില്ല. പ്രോട്ടീനാണ്, നല്ലതാണ്. പിന്നെ നിങ്ങളൊരു 10-11 മണിക്ക് അകത്ത്, ഒരു 10 അല്ലെങ്കിൽ 11 മണിക്ക് ഇടയ്ക്ക് നിങ്ങൾ ഒരു ആപ്പിൾ കഴിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് എന്തെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് കഴിക്കാം. റൈസ് ആണെങ്കിൽ റൈസ്, അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി. അപ്പോൾ റൈസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു 250 ഗ്രാം റൈസ് എടുക്കുക. അതിൻ്റെ കൂടെ വെജിറ്റബിളോ എന്തെങ്കിലും ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ചെറുപയർ പുഴുങ്ങിയത് ആഡ് ചെയ്യുക. അപ്പം റൈസ് കഴിക്കാൻ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് ചപ്പാത്തി എടുക്കാം, ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ചപ്പാത്തി എടുക്കാം. അത് കഴിഞ്ഞ് 4 മണിക്ക് നിങ്ങൾക്കൊരു ലെമൺ ടീയോ അല്ലെങ്കിൽ ഒരു ആപ്പിളോ കഴിക്കാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് മീൽ നിങ്ങൾ എടുക്കേണ്ട എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 7-8 മണിക്കകം നിങ്ങൾ എടുത്തിരിക്കണം. കാരണം ഉറങ്ങുന്നതിന് നേരത്തെ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചാൽ മാത്രമേ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഫാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാതിരിക്കും. നേരത്തെ ഫുഡ് കഴിച്ചിട്ട് നേരത്തെ ഉറങ്ങണം, അതാണ് ഹെൽത്തിന് നല്ലത്. അപ്പം നിങ്ങളൊരു 7-8 മണിക്കകം നിങ്ങൾ എടുക്കേണ്ട ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ചപ്പാത്തിയോ ഉള്ളത് ഏതാണെന്ന് വെച്ചാൽ 2 ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറ്, 250 ഗ്രാം റൈസ് എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ 2 ചപ്പാത്തിയോ അല്ലെങ്കിൽ 250 ഗ്രാം റൈസോ നിങ്ങൾക്ക് എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾ സലാഡ് ആഡ് ചെയ്യുക. വെജിറ്റബിൾ സലാഡോ അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു ഡയറ്റ് നിങ്ങൾ ഒരു മാസം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ആർക്കും വേണമെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യാം. ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കും വേണമെങ്കിലും ഈ ഡയറ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട്, ഹെൽത്തി ആയിട്ടൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി ഡയറ്റ് ചെയ്യുന്ന സമയത്ത്, ഡയറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നോർമലി 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. കൂടുതൽ വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ് മിക്കുള്ളവർക്കും വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റാത്തത്. കാരണം നമ്മൾ ബോഡിയിൽ വെള്ളം പോയി കഴിഞ്ഞാൽ മാത്രമേ ഫാറ്റ് ബേണിങ് നടക്കൂ. അപ്പം ഡെയിലി 4 ലിറ്റർ വെള്ളമെങ്കിലും നല്ലോണം കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടേ പറ്റൂ. കാരണം ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഈസി അല്ല. അപ്പം ഒരു മാസമൊക്കെ ഡയറ്റ് എടുക്കണമെങ്കിൽ നല്ല എളുപ്പമാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ മാറ്റിയെടുക്കേണ്ടി വരും. ഈ പറഞ്ഞ പോലെ ഷുഗർ, എണ്ണ, വറുത്തതും പൊരിച്ചതൊക്കെ മാറ്റിയെടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ഈ ഡയറ്റ് ഫോളോ ചെയ്യാം. ഒരു മാസം നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും.